വെള്ളത്തിൻ്റെ കാര്യത്തിൽ തെറ്റായ പ്രചരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രചരണം പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്, ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട്. പാലക്കാട്ടെ പത്രസമ്മേളനത്തിൽ അസന്നിഗ്ധമായി ആവർത്തിച്ച് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു: ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല എന്നത്. അത് ആവർത്തിക്കുകയാണ് ഞാൻ. പക്ഷെ മാധ്യമങ്ങൾ ആ കാര്യത്തിന് പ്രാധാന്യമേ കൊടുത്തില്ല. കാരണം അത് ആ ഒരു ആശങ്ക നിൽക്കട്ടെ എന്നാണോ കരുതുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരാശങ്കയുടെ അടിസ്ഥാനമില്ല. ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ മലമ്പുഴ ഡാമിൻ്റെ സംഭരണശേഷി എത്ര? 2,23,000 ദശലക്ഷം ലിറ്ററാണ്. 2,23,000 ദശലക്ഷം ലിറ്റർ. പാലക്കാട് നഗരസഭയ്ക്കും പിരായിരി പഞ്ചായത്തിന് ഭാഗികമായും വെള്ളം നൽകുന്നതിന് ഒരു ദിവസം ആവശ്യം 45 ദശലക്ഷം ലിറ്ററാണ്. 45 ദശലക്ഷം ലിറ്റർ. അപ്പോഴാണ് ഒരു പത്രം വാർത്ത കൊടുത്തത് ഒരു 0 കൂട്ടിക്കൊടുത്തു, 400 ദശലക്ഷം ലിറ്റർ എന്ന്. ഇതെല്ലാം ആധികാരികമായിട്ട് കണക്കുള്ളതാണല്ലോ. 45 ദശലക്ഷം ലിറ്ററാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് പൂർണ്ണമായിട്ടും പിരായിരിക്ക് ഭാഗികമായിട്ടും വെള്ളം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഒരു 0 കൂട്ടിച്ചേർത്തു എന്ന് മാത്രമല്ല, 3 കണക്ക് 3 യൂണിറ്റിൽ കൊടുത്തു. ഇപ്പോൾ ക്യൂബിക് മീറ്ററിൽ ഒരു കണക്ക് കൊടുത്തു. മലമ്പുഴയിലെ സംഭരണ ശേഷി ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 ലിറ്ററാണ്. അത് ആൾക്കാർക്ക് സാധാരണ ആർക്കും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ സംഭരണശേഷി കുറച്ച് കാണിക്കുന്ന തരത്തിൽ കണക്ക് കൊടുത്തു. നഗരസഭയ്ക്കുള്ള വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞില്ലേ, കൂട്ടിക്കാണിച്ചു. 45 ദശലക്ഷം ലിറ്റർ 400 ദശലക്ഷം ലിറ്റർ എന്ന് കാണിച്ചു. പിന്നെ കമ്പനിക്ക് വേണ്ടത് 10 ലക്ഷം ലിറ്റർ എന്ന് കാണിച്ചു. അപ്പോൾ ഒരു ഭീതി ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ കണക്കുകൾ നമുക്ക് നോക്കാമല്ലോ. പാലക്കാട് നഗരസഭയ്ക്കും പിരായിരിക്കും ഭാഗികമായിട്ട് കൊടുക്കുന്നു. പിന്നെ പുതുപ്പരിയാരം, അകത്തേത്തറ, മരുത റോഡ് പഞ്ചായത്തുകൾക്ക് പൂർണ്ണമായും, മുണ്ടൂരിന് ഭാഗികമായും വെള്ളം കൊടുക്കുന്നു. ഇതിനെല്ലാം കൂടി ദിനംപ്രതി ആവശ്യം 21.5 ദശലക്ഷം ലിറ്ററാണ്. പുതുശ്ശേരിക്ക് വേണ്ടി 5 ദശലക്ഷം ലിറ്ററിന്റെ പദ്ധതി പുരോഗമിക്കുന്നു. ഇനി ഇതെല്ലാം കൂടി ചേർത്താൽ, പുരോഗമിക്കുന്നത് കൂടി ചേർത്താലും പ്രതിദിനം ആവശ്യമായി വരുന്നത് 81.5 ദശലക്ഷം ലിറ്റർ മാത്രമാണ്. 81.5 ദശലക്ഷം ലിറ്റർ. മഴക്കാലത്ത് ഇതേ അളവിൽ വെള്ളം ആവശ്യമായിട്ട് വരില്ല. കാരണം ഇത്രയും വെള്ളം മഴക്കാലത്ത് കൊടുക്കേണ്ടി വരില്ല. ഇനി അങ്ങനെ കൊടുക്കണമെന്ന് തന്നെ കണക്കാക്കുക. വാദത്തിന് വേണ്ടി മഴക്കാലത്തും ഇത്രയും വെള്ളം ആവശ്യമാണ് എന്ന് കണക്കാക്കിയാലും 81.5 × 365 എത്ര വെള്ളം വരും? 29,747.5 ദശലക്ഷം. 29,747.5 ദശലക്ഷം. അതായത് ഒരു വർഷം കുടിവെള്ളത്തിന് ആവശ്യമായിട്ട് വരുന്നത് ഒറ്റത്തവണ സംഭരിക്കുന്ന വെള്ളത്തിൻ്റെ 13.16% മാത്രമാണ്. ഇതൊക്കെ ആധികാരികമായ കണക്കുകളാണ്. 13.16% വെള്ളം മാത്രമാണ്. കുടിവെള്ളത്തിന് പരമാവധി 96 ദശലക്ഷം ലിറ്ററാണ് മലമ്പുഴ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ജലദൗർലഭ്യം കൊണ്ട് പ്രവർത്തനം നിർത്തേണ്ടി വന്നിട്ടില്ല, വെട്ടിക്കുറക്കേണ്ടി വന്നിട്ടില്ല. കൃഷി ആവശ്യത്തിന് സാധാരണ വെള്ളം കൊടുക്കുന്നത് നവംബർ മുതൽ ഫെബ്രുവരി 15 വരെയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ വെള്ളത്തിനും ദൗർലഭ്യം നേരിട്ടിട്ടില്ല. ഇനി ഈ പ്ലാന്റിന്, എത്തനോൾ നിർമ്മാണശാലയ്ക്ക് ആവശ്യമായി വരുന്ന വെള്ളം എത്രയാണ്? തുടക്കത്തിൽ 0.05 ദശലക്ഷം ലിറ്റർ. 0.05 ദശലക്ഷം. പൂർണ്ണ തോതിലായാൽ വേണ്ടത് 0.5 ദശലക്ഷം ലിറ്റർ. ഫുൾ കപ്പാസിറ്റിയിൽ വരുമ്പോൾ 0.5 ദശലക്ഷം ലിറ്റർ. അതായത് പാലക്കാട് നഗരത്തിന് മാത്രം വേണ്ട വെള്ളത്തിൻ്റെ 1.1% മാത്രമാണ് ഈ പ്ലാന്റിന് ആവശ്യമായി വരുന്ന വെള്ളം. ആകെ വെള്ളം ഞാൻ പറഞ്ഞത്. ഈ പ്ലാന്റിന് ആകെ വേണ്ടി വരുന്ന വെള്ളം പാലക്കാട് നഗരത്തിന് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ 1.1%. അതും ഫാക്ടറി പൂർണ്ണ തോതിലാകുമ്പോഴേ അത് വരൂ.